അപ്പൊ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നുട്ടാ. എല്ലാവർക്കും സുഖല്ലേ? ഇവിടെ ചൂടിന്റെ അസ്വസ്ഥതകളാണ്. ഓടിട്ട വീട്ടില് ചൂട് കുറയാന്നാ പറയാ, പക്ഷെ ചൂടുകൊണ്ട് സഹിക്കാൻ വയ്യ. കേരളം ചുട്ടുപൊള്ളുന്ന പറഞ്ഞിരിക്കണേ. ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ എടുത്ത് അത് മാറും. പ്രത്യേകിച്ചും നമ്മുടെ തൃശ്ശൂര് ചൂട് എല്ലാ വർഷത്തേക്കാളും വെച്ച് കൂടുതലാട്ടാ. ഇപ്പോഴേ ഉണ്ട് ഇങ്ങനെ, മാർച്ച് തുടങ്ങിയിട്ടുള്ളോ. ഇനിയിപ്പോ എങ്ങനെയാവുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇന്നും മമ്മി ചൂടുകാലത്ത് നമുക്ക് തണുപ്പിക്കാൻ പറ്റാവുന്ന ഒരു ജ്യൂസാണ് ഇടുന്നത്. ചിരിക്കും മോളെ. ഇല്ല മോളെ, ചിരിയൊന്നും വരുന്നില്ല, ചൂടോട് ചിരി വരുന്നില്ല. അപ്പൊ ഇന്നത്തെ ജ്യൂസ് എന്താണെങ്കിൽ കുക്കമ്പർ വെച്ചിട്ട് സൂപ്പർ ജ്യൂസ് കേട്ടാ. നമുക്ക് കുക്കമ്പറിൽ നിറയെ വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ ഈ ചൂടുകാലത്ത് നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാൻ പറ്റണ നല്ല അടിപൊളി ജ്യൂസാണ്. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പൊ നമുക്ക് നല്ല അടിപൊളി കുക്കമ്പർ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ അതിനായിട്ട് എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് മമ്മി ഓരോന്ന് കാണിച്ചു തരാട്ടാ. ഇതാ ഇപ്പൊ ഒരു കുക്കമ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആളുകൾ എത്രയുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിന്റെ അളവ് കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ചെറുനാരങ്ങ, നല്ല പോലെ ജ്യൂസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ 1.5 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തു വെച്ചു എന്ന് മാത്രം. 1.5 ചെറുനാരങ്ങയുടെ ജ്യൂസ്. 1.5 ചെറുനാരങ്ങയുടെ. അത് വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം ജ്യൂസ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുതിനയില, ആവശ്യത്തിന് ഉപ്പ്, പാകത്തിന് മധുരം. ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് അടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മധുരമുള്ള ഒരുപാട് ഫ്രൂട്ട്സ് വെച്ച് ചെയ്യണേക്കാളൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ ഏജിലുള്ളവർക്ക്, അതായത് മമ്മിയുടെ ഒക്കെ ഏജിലുള്ളവർക്കും മുതിർന്നവർക്കും ഒക്കെ ഇങ്ങനെ ഈ കുക്കമ്പറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാട്ടാ. അപ്പൊ നമുക്കിത് പഞ്ചസാര അൺഹെൽത്തിയാ. പഞ്ചസാര. അപ്പൊ മമ്മി പച്ചമാങ്ങയുടെ ജ്യൂസ് ഇത് ഇട്ടപ്പോ പലരും ചോദിച്ചു മധുരത്തിന് പകരം നമുക്ക് എന്താ ചെയ്യണ്ടേ? ശർക്കര, തേന്, അതൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പൊ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് ഉപ്പെങ്കിലും ഇടാം. അപ്പൊ പ്രത്യേകിച്ച് ഈ വേനൽക്കാലൊക്കെ ആയതുകൊണ്ട് വയറ്റിന് ചെറിയ തേങ്ങ ആയാലും ചാവും. മമ്മി പഞ്ചസാര ഇട്ട് കലക്കിയ അല്ല പിന്നെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുക്കമ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ തൊലി ചെത്തണ്ട? വേണ്ട, തോല് ചെത്തണ്ട. നല്ല പോലെ കഴുകി മമ്മി അരിഞ്ഞെടുത്തതാണ്. ഇഞ്ചി ഇട്ട് കൊടുത്തു. പുതിനയില നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുതിനയില ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മധുരം നിങ്ങളുടെ കണക്കിനുള്ളത് ഇടാം കേട്ടോ. മമ്മി ഇപ്പം എന്തായാലും ഒരു 3 സ്പൂണ്, വലിയ ടേബിൾ സ്പൂണാണ് നിറച്ച് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 പീസ് ഐസ്. അത് പല്ല് പൂട്ടാ. കുറച്ച് വെള്ളം ഒഴിക്കുക. നമുക്കിത് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. ഇപ്പൊ മമ്മി എല്ലാതും ചേർത്തിട്ടുണ്ട്. ഇപ്പൊ മമ്മി നാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല കേട്ടാ. ഇതൊന്ന് കറക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് രണ്ടാമത് ഇത് ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. 2 സ്റ്റെപ്പായിട്ട്. അപ്പൊ മമ്മി ഒരു വട്ടം ഒന്ന് കറക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇത്രയ്ക്കുള്ളൂ. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അരിച്ചൊഴിക്കാം കേട്ടോ. അപ്പം നമുക്കിത് ഒരു ഡവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിന് നമുക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ചേർക്കാം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജ്യൂസ് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇത് പകർത്താം. നമുക്ക് ഒരു ചെറിയ പീസും കൂടിയും ഐസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ജ്യൂസിലിടുന്ന കസകസ് ഉണ്ടല്ലോ, അത് മമ്മി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പൊ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ സൂപ്പർ കുക്കമ്പർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂടുകാലത്ത് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് മമ്മി ഉണ്ണി വീണ്ടും വരും.